വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഇറങ്ങിയ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. സ്ഥലത്ത് വനം വകുപ്പ് കൂടുവച്ചിട്ടുണ്ട്. കൂടുതൽ RRT സംഘം സ്ഥലത്തെത്തും. കുങ്കിയാനകളുടെ സഹായവും തിരച്ചിലിന് തേടും. കടുവ കൊന്ന രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അതേസമയം ലക്കിടിയിലും കടുവയെ കണ്ടതായി സംശയം. വിവരങ്ങളുമായി വയനാട് നിന്ന് അർജുൻ PS ഉണ്ട്. അർജുൻ, ഇപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുക എന്ന് എങ്ങനെയാണ്? അതേസമയം രാധയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോൾ നടക്കും? ദൃശ്യ അല്പസമയത്തിനകം ഇവിടെ തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും RRTയുടെ ഒരു 100 പേരടങ്ങുന്ന സംഘം ആ സ്ഥലത്ത് ഹാൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് രാത്രിയിൽ തെരച്ചിൽ നടത്താനല്ല, ഇവിടെയുള്ളവർക്ക് പ്രൊട്ടക്ഷൻ നൽകുവാൻ ആ രീതിയിലാണ് RRT സംഘം ഇവിടെ തമ്പടിച്ചിരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് RRT സംഘത്തിന്റെയും അതുപോലെ തന്നെ വനം വകുപ്പിന്റെയും ആദ്യത്തെ ഒരു ഉദ്യമം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഈ പ്രദേശങ്ങളെല്ലാം റോന്തു ചുറ്റിക്കൊണ്ട് ആ സുരക്ഷ ഒരുക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇന്നെന്തായാലും അല്പസമയത്തിനകം വീണ്ടും ഊർജിതമായി തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് ഉണ്ടാവുക. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ സഹായം കൂടി തേടിക്കൊണ്ടായിരിക്കും ഇവിടെ ഇത്തരത്തിലുള്ള ഈ തെരച്ചിലൊക്കെ നടക്കുക. മാത്രമല്ല കുങ്കിയാനകളുടെ സഹായവും ഇന്ന് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പറയുന്ന പോലെ തന്നെ കോന്നി സുരേന്ദ്രൻ, വിക്രം ഈ ഇത്തരത്തിലുള്ള കുങ്കിയാനകളെ ആയിരിക്കും പ്രധാനമായും ഇത്തരത്തിൽ ഈ തെരച്ചിലിനായി ഇവിടെ എത്തിക്കുക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലിന് തന്നെ ഇന്ന് കോപ്പുകൂട്ടുന്ന സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. മാത്രമല്ല രാധയുടെ മൃതദേഹം ഒരു 11 മണിയോടുകൂടി ഈ വീട്ടുവളപ്പിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെ ആ മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്ന. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇടതൂർന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കടുവയ്ക്ക് എളുപ്പം ഒളിച്ചു നിൽക്കാൻ കഴിയുന്ന പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലടക്കം കൃത്യമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല വിവിധ പാർട്ടികൾ പ്രഖ്യാപിച്ച ഹർത്താൽ ഇന്നുണ്ട്. മാനന്തവാടി മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ഇന്ന് ഹർത്താലുണ്ട്. ആ ഹർത്താൽ രാവിലെ മുതൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു, കൂട് സ്ഥാപിച്ചിരുന്നു. ഇത്തരത്തിൽ ക്യാമറകൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ആ ക്യാമറകൾ പരിശോധിച്ചാൽ മാത്രമാണ് കടുവയുടെ സാന്നിധ്യം ഇവിടെ വീണ്ടും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഫോറസ്റ്റുകാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പ്രദേശത്ത് ഈ ക്യാമറയിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടുവയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഭക്ഷണം ഈ ഇരയെ പിടിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും വന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം കടുവയ്ക്കുണ്ട്. പിറ്റേ ദിവസവും ആ പ്രദേശത്തേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെത്തി ഇത്തരത്തിൽ ഇരയെ വീണ്ടും കഴിക്കുവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും നടത്തിയിരുന്നു. ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന അത് ഏത് രീതിയിലേക്കാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സൂചന ലഭിച്ചിട്ടുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയും. അതിനിടയ്ക്കാണ് വയനാട് ലക്കിടിയിൽ കൂടി കഴിഞ്ഞ ദിവസം ഒരു കടുവയെ കണ്ടത്. ഈ കടുവയെ കാണുകയും പിന്നീട് RRT സംഘം അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രാത്രിയിലൊക്കെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥലത്ത് RRT സംഘത്തെ ജനങ്ങൾ തടയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയും ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. വനംവകുപ്പൊക്കെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരിപ്പോഴും പലരും ഇപ്പോഴും ഈ പ്രദേശത്താകെ റോന്തു ചുറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു സുരക്ഷ ഒരുക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഈ പ്രദേശത്താകമാനം നടക്കുന്നത്. രാധയുടെ മൃതദേഹം ഏകദേശം 11 മണിയോടുകൂടി വീട്ടുവളപ്പിൽ എത്തിച്ചേരും. ദൃശ്യ വയനാട് നിന്ന് അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പഞ്ചാരക്കുലയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അതേസമയം നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം ഇന്ന് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിനായി കൂടുതൽ RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുങ്കിയാനകളുടെ സഹായവും ഇതിനായി തേടും.